എറണാകുളം അങ്കമാലി ബിഷപ്പ് ഹൌസിന് മുന്നിലെ പോലീസ് നടപടിയിൽ എഡിഎം സ്ഥലത്തെത്തുമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയെന്ന് പ്രതിഷേധക്കാർ. എഡിഎം വന്നില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കും. കൂടുതൽ വൈദികരും വിശ്വാസികളും സ്ഥലത്തെത്തുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ജിജീഷ് കരുണാകരൻ ചേരുന്നു വിവരങ്ങളുമായി. ജിജീഷ്, എറണാകുളം അങ്കമാലി ബിഷപ്പ് ഹൌസിന് മുന്നിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. എന്തായാലും എഡിഎം എത്തും എന്നാണ് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയതായി പ്രതിഷേധക്കാർ ഇപ്പോൾ പറയുന്നത്. ഏറ്റവും ഒടുവിലായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. ഇവിടെ രാവിലെ മുതൽ പുലർച്ചെ മുതൽ തന്നെ വൈദികരെ നീക്കിയ ആ സമയം മുതൽ തന്നെ ആരംഭിച്ച ഒരു സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുന്നു. എറണാകുളം ബിഷപ്പ് ഹൗസിന് മുന്നിൽ വൈദികരെ അനുകൂലിക്കുന്ന വിശ്വാസികളുടെ വിഭാഗം ഇപ്പോഴും തമ്പടിച്ചിരിക്കുകയാണ്. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് വൈദികർക്ക് ബന്ധപ്പെട്ട അവരെ പുറത്താക്കിയ വൈദികരെ ആ ഒരു നടപടി പിൻവലിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ബലം പ്രയോഗിച്ചാണ് നീക്കിയത്. അവർക്ക് പരിക്കേൽക്കുന്ന ഒരു പശ്ചാത്തല സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിൽ അവരെ തിരിച്ചു കയറ്റണം എന്ന ഒരു കാര്യമാണ് പറയുന്നത്. എന്നാൽ അല്പസമയത്തിനകം തന്നെ എഡിഎം എത്തി ചർച്ച നടത്തുമെന്ന ഒരു കാര്യം ജില്ലാ കളക്ടറും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ തങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾക്ക് ഒരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമാണ് ഈ സമരത്തിൽ നിന്ന് പിന്മാറുക എന്ന കാര്യമാണ് പ്രധാനമായും ഇവിടെ സമരരംഗത്തുള്ള ആളുകൾ അല്ലെങ്കിൽ ഏകീകൃത കുർബാനയെ എതിർക്കുന്ന വിഭാഗം വൈദികർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. പുലർച്ചെ മുതൽ തന്നെ ഇവിടെ സംഘർഷാവസ്ഥ ആരംഭിച്ചിരുന്നു. ബിഷപ്പ് ഹൗസിനകത്ത് സമരം ചെയ്തിരുന്ന 21 വൈദികരെയും വലിച്ചിഴച്ചായിരുന്നു പുറത്തേക്ക് നീക്കിയത്. രൂപതാ നേതൃത്വത്തിൽ നിന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ ഒരു നടപടി ഉണ്ടായിരുന്നത്. ഇങ്ങനെയൊരു ബലപ്രയോഗത്തിനിടയിൽ ചില വൈദികർക്ക് പരിക്ക് പറ്റിയതായും ആക്ഷേപമുയർന്നു. ഇതോടെയാണ് വിശ്വാസികൾ വലിയൊരു വിഭാഗം പള്ളിക്ക് മുന്നിൽ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ബസിലിക്ക കേന്ദ്രീകരിച്ചുകൊണ്ട് വൈദികരും വിശ്വാസികളുമാണ് സംഘടിച്ചിരിക്കുന്നത്. നിരവധി തവണ പല ഘട്ടങ്ങളിലായി പോലീസും ഒപ്പം തന്നെ ഇവിടുത്തെ വിശ്വാസികളും തമ്മിൽ സംഘർഷവും ബലപ്രയോഗവും എല്ലാം ഉണ്ടായി. ഗേറ്റ് തള്ളി തുറന്ന് അകത്ത് കടക്കാനുള്ള ഒരു നീക്കം ഇതിനിടയിൽ ഇപ്പോൾ വിശ്വാസികൾ നടത്തുകയാണ്. നേരത്തെ തന്നെ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ഇതിപ്പോൾ കയറുകൾ കെട്ടിവലിച്ച് ഗേറ്റ് തകർത്ത് അകത്ത് കയറുക എന്ന ഒരു ശ്രമമാണ് നടക്കുന്നത്. ഇതിനിടയിൽ ചർച്ചകൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ ചർച്ചകളിലേക്ക് നീങ്ങിയില്ല എങ്കിൽ പ്രശ്നം കൂടുതൽ രൂക്ഷമാവുന്ന അല്ലെങ്കിൽ വഷളാവുന്ന ഒരു പശ്ചാത്തലവും സാഹചര്യവും തന്നെയാണ് ഉള്ളത്. ഒപ്പം തന്നെ സമരക്കാരുടെ ആവശ്യങ്ങളിൽ തീരുമാനമാകാതെ ഇനിയൊരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന ഒരു നിലപാട് കൂടി ഇവിടെ സമരരംഗത്തുള്ള ആളുകളും വിശ്വാസികളും വൈദികരും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന വൈദികരും ചൂണ്ടിക്കാണിക്കുന്നു. സഭാ സിനഡ് സമാപിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു വിഷയം ഏകീകൃത കുർബാനയിൽ തുടങ്ങിയ ഒരു വിഷയം ഇപ്പോൾ പരസ്യമായുള്ള സംഘർഷത്തിലേക്ക് തന്നെ നീങ്ങുന്നത്. നേരത്തെയും നിരവധി തവണ ഈ ബിഷപ്പ് ഹൗസിന് മുന്നിൽ വിശ്വാസികളുടെ പ്രതിഷേധങ്ങൾക്ക് ഇവിടെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ രൂക്ഷമായിരിക്കുന്നു, ആ പ്രതിഷേധങ്ങൾ ശക്തമായിരിക്കുന്നു എന്നത് തന്നെയാണ്. വൈദികർ ഉന്നയിക്കുന്ന എല്ലാ ആവശ്യങ്ങൾക്കും പരിഹാരം ഉണ്ടായില്ല എങ്കിൽ ആ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ ശക്തമായി തന്നെയുള്ള പ്രതിഷേധവുമായി ഇതേ ഗേറ്റിന് മുന്നിൽ തുടരുമെന്ന കാര്യമാണ്. എന്നാൽ ഇതിനിടയിൽ ജില്ലാ ഭരണകൂടവും പോലീസുമെല്ലാം ചർച്ചകൾക്കുള്ള സാധ്യതകൾ വഴികളെല്ലാം തന്നെ തേടുന്നുണ്ട്. ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ എന്ന കാര്യമാണ് പ്രധാനമായും അവർ ചിന്തിക്കുന്നത്. അത്തരത്തിലുള്ള സമവായ ചർച്ചകൾക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ പ്രതിഷേധം പലതവണ കനക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ എവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഗേറ്റ് തുറക്കാനും ഗേറ്റ് വലിച്ച് നീക്കാനുമെല്ലാം ബലം പ്രയോഗിച്ച് നീക്കാനുമെല്ലാമുള്ള നീക്കങ്ങൾ അവിടെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് പോലീസ് സംഘം നിലയുറപ്പിച്ചിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ വൈദികരെ നീക്കാൻ ശ്രമിച്ചപ്പോൾ മുതലുള്ള ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഒരു ഭാഗത്ത് ജനാഭിമുഖ കുർബാന തന്നെ വേണമെന്ന് ആവശ്യപ്പെടുന്ന വിശ്വാസികളും അതിനെ അനുകൂലിക്കുന്ന വൈദികരും ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ മറുഭാഗത്ത് പോലീസ് സന്നാഹവും ആണുള്ളത്. ഇതിനകത്ത് അവിടെ സിനഡിനെ അനുകൂലിക്കുന്ന വിശ്വാസികളിൽ ചിലർ ഉണ്ട് എന്ന ഒരു പ്രചാരണം കൂടി നടക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഒരു സംഘർഷാവസ്ഥയിലേക്ക് അത്തരം സമയങ്ങളിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോവുകയാണെങ്കിൽ അത്തരം പ്രതിരോധങ്ങൾ ഉണ്ടാകുമോ എന്നൊരു സംശയവും ഈ ഒരു ഘട്ടത്തിലുണ്ട്. എന്നാൽ പോലീസ് എല്ലായിടത്തും ശക്തമായി തന്നെയുള്ള ഒരു ബന്ദോബസ്ത് ഏർപ്പെടുത്തുകയും കൂടുതൽ ആളുകളെ ഇതിനകത്തേക്ക് കയറ്റാതിരിക്കാൻ വേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ നിരവധി തവണയായി സംഘർഷങ്ങൾ കനക്കുകയാണ്. ജിജീഷ്, നമുക്കറിയാം ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകളായി ഇത്തരത്തിൽ പല സാഹചര്യങ്ങളും സംഘർഷാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ബിഷപ്പ് ഹൗസിന് മുന്നിലുള്ള ഈ സംഘർഷാവസ്ഥ പരിഹരിക്കാൻ ഒരുപക്ഷെ വിമത വൈദികർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. പക്ഷേ അത്
പ്രായോഗികമായി നടപ്പിലാക്കാൻ സാധിക്കും എന്ന് ഈ മണിക്കൂറുകളിൽ കരുതാൻ കഴിയില്ലല്ലോ. കാരണം വത്തിക്കാൻ പോലും ഇടപെട്ട വിഷയമായതുകൊണ്ട് തന്നെ ഇതിൽ തുടർന്നുള്ള ഒരു നടപടികൾ ഇന്നത്തെ ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുന്നതല്ലല്ലോ. പിന്നെ എന്താണ് വിമത വൈദികർ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ADM സ്ഥലത്തെത്തി ചർച്ച നടത്തും എന്ന് പറയുമ്പോൾ ഇവരുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇവിടെ ഒരു സമവായ ചർച്ചകളിലൂടെ ഒരു പ്രശ്നങ്ങൾ അതിവേഗത്തിൽ തീരാനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം അത്ര രൂക്ഷമാണ് ഒരു സംഘർഷ സാധ്യതകൾ. മാത്രമല്ല ആവശ്യങ്ങൾ ശക്തമാണ്. ഏതെങ്കിലും തരത്തിൽ അതിൽ കുറച്ച് മാത്രം ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ ഈ സമരം പിൻവലിക്കാൻ ഇപ്പോൾ ഈ പ്രതിഷേധ രംഗത്ത് നിൽക്കുന്ന ആളുകൾ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ജില്ലാ ഭരണകൂടവും ADM-ഉം എല്ലാം ഇതിനെ കൈകാര്യം ചെയ്യുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. എങ്ങനെ ഈ ഒരു സംഘർഷ സാധ്യതകൾ കുറയ്ക്കാൻ വേണ്ടി, ലഘൂകരിക്കാൻ വേണ്ടി കഴിയും, പ്രശ്നങ്ങളെ എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും എന്നത് തന്നെയാണ് വളരെ ശക്തമായി തന്നെ അവിടെ ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ ADM-ഉം എല്ലാം തന്നെ പോലീസും എല്ലാം ആലോചിക്കുന്നത്. കാരണം ഈ സംഘർഷ സാധ്യതയ്ക്ക് അയവ് വരേണ്ടതുണ്ട്. വൈദികരടക്കമാണ് പ്രതിഷേധ രംഗത്തുള്ളത് എന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു ബലപ്രയോഗമോ അല്ലെങ്കിൽ മറ്റൊരു പോലീസ് ആക്ഷനോ സാധ്യതകൾ വളരെ കുറവാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ ലഭിച്ചാൽ മാത്രമായിരിക്കും ഒരു ശക്തമായ ബലപ്രയോഗത്തിലൂടെ ഇവരെ നീക്കം ചെയ്യുക എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുകയുള്ളൂ. അതിനു മുമ്പായി പരമാവധി ചർച്ചകളിലൂടെ, സമവായത്തിലൂടെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുമോ എന്ന കാര്യം തന്നെയാണ് ഇവിടെ ആലോചിക്കുന്നത്. ഇതിനിടയിൽ നിരവധി തവണയായി ബലപ്രയോഗങ്ങൾ, ഉന്തും തള്ളും സംഘർഷങ്ങളെല്ലാം തന്നെ നടക്കുന്നു. ഓരോ തവണയും വിശ്വാസികൾ അതിനകത്തേക്ക് നീങ്ങി കയറാൻ വേണ്ടി ഗേറ്റിന് ഉള്ളിലേക്ക്, ബിഷപ്പ് ഹൗസിനുള്ളിലേക്ക്, എറണാകുളം അങ്കമാലി അതിരൂപത ബിഷപ്പ് ഹൗസിലെ മേജർ ആർച്ച് ബിഷപ്പ് ഹൗസിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് അവർ നടത്തുന്നത്. അവിടെ ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് സിനഡിൽ നിന്ന് ഉണ്ടാകുന്നത്. ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് ഈ സഭാ തലപ്പത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. അത് വൈദികരെ ഉൾക്കൊള്ളുന്നതല്ല, അത് വിശ്വാസികളുടെ മുഴുവൻ അഭിപ്രായങ്ങൾക്ക് അനുയോജ്യമായതല്ല എന്ന കാര്യമാണ് അവർ പ്രധാനമായും പറയുന്നത്. അതുകൊണ്ട് തന്നെ വൈദികർക്കെതിരായ നടപടി ഇപ്പോൾ അത് ഒഴിവാക്കുക, തങ്ങൾ പിന്തുണയ്ക്കുന്ന, ഒപ്പം തന്നെ ഈ ഏകീകൃത കുർബാനയെ എതിർക്കുന്ന, സിനഡ് തീരുമാനങ്ങളെ എതിർക്കുന്ന വൈദികരെ, അവർക്കെതിരെ ഇപ്പോൾ നടത്തിയിട്ടുള്ള ബലപ്രയോഗങ്ങൾ, അതിൽ അവർക്ക് പരിക്കേൽക്കാനുണ്ടായ സാഹചര്യം, ഒപ്പം തന്നെ അവർക്കെതിരെ സ്വീകരിച്ചിരിക്കുന്ന അച്ചടക്ക നടപടികൾ, അതെല്ലാം തന്നെ പിൻവലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമായിരിക്കും ഇവിടെ ഒരു സമവായ സാധ്യതകൾ ഉള്ളൂ എന്ന കാര്യമാണ് ഇവിടെയുള്ള വിശ്വാസികൾ എല്ലാം തന്നെ, അൽമായ സംഘങ്ങൾ എല്ലാം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾക്ക് ശേഷം ഒരു അന്തിമ പരിഹാരമുണ്ടായാൽ മാത്രമാണ് ഇവിടെ നിന്ന് പിന്മാറുക എന്ന കാര്യം തന്നെയാണ് ബന്ധപ്പെട്ട സമരരംഗത്തുള്ള ആളുകളുടെ വിവിധ സംഘടനകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ ആളുകൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്നു എന്നത് സംഘർഷ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. നിലവിലുള്ള വൈദികരോടൊപ്പം തന്നെ ഓരോ ഇടവകളിൽ നിന്നുമുള്ള വിശ്വാസികൾ, അല്ലെങ്കിൽ നിലവിൽ സിനഡിനെ എതിർക്കുന്ന ഭാഗത്തുള്ള പള്ളികളിൽ നിന്നുള്ള വിശ്വാസികൾ, അവരാണ് കൂടുതലായി ഇവിടെ എത്തിയിട്ടുള്ളത്. ശരി, ബിഷപ്പ് ഹൗസിന് മുന്നിൽ വിമതരുടെ പ്രതിഷേധം കടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.